ഹലോ ഗൈസ്, ഇന്ന് ഫെബ് 25 ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് 22,800 എന്ന് പറഞ്ഞ ലെവല് ഹോൾഡ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇന്നലെ ഡിസസീവ് ആയിട്ട് ഒരു ഗ്യാപ് ഡൗൺ, ഹ്യൂജ് ഗ്യാപ് ഡൗണോടുകൂടി നിഫ്റ്റി 22,800 എന്ന് പറഞ്ഞ അവസാനത്തെ സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുകൊണ്ട് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ഹെവിലി ബെയറിഷ് മോഡ് തന്നെയാണ്. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിഫ്റ്റി കുറെ ദിവസങ്ങൾ, അതായത് 5-8 ദിവസങ്ങളോളം ഏകദേശം ഈ ഒരു 22,800 ലെവൽ വീണ്ടും ഹോൾഡ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇന്നലത്തെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആ സ്ട്രോങ് സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ കോൾ സൈഡിലോട്ട് നമ്മൾ എൻട്രികൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാവുള്ളൂ. ഇനി ഒരു പോസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇന്നലത്തെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഇന്നിപ്പം സപ്പോസ് ഇന്നത്തെ ഡേ ലോയ്ക്ക് അടുത്ത് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം ചിലപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും ശക്തമായിട്ട് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾ പാസ്റ്റ് 3 ഡേയ്സിലെ നിങ്ങളെ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണുന്നത്. അതായത് എല്ലാ ദിവസവും ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ഏകദേശം അന്നത്തെ ദിവസം അതിന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അപ്പം ഇത് 20-ാം തീയതി തേഴ്സ്ഡേ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഏകദേശം തട്ട് ദിവസത്തെ ക്ലോസിങ്ങിന്റെ അവിടെ വന്നപ്പോഴത്തേനും അതവിടെ സ്റ്റോപ്പ് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു. തൊട്ടടുത്ത ദിവസം വീണ്ടും ഗ്യാപ് ഡൗൺ ഓപ്പണിങ് കൃത്യം അവിടെ വന്നപ്പോഴത്തേനും തൊട്ട് ദിവസം ക്ലോസിങ്ങിന് അവിടെ വന്നപ്പോഴത്തേനും അത് അവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും താഴോട്ട് പോരുന്നു. അതായത് ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് തൊട്ട് ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിലോട്ട് പോകാൻ നിഫ്റ്റി ശ്രമിക്കുന്നതേ ഇല്ല. കാരണം അവിടെ എത്തുമ്പോഴത്തേനും അവിടെ നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് വന്ന് വീണ്ടും താഴോട്ട് പോവാണ്. ഇന്നലെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ്, ഒരു 100 പോയിന്റിന്റെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്. ഇന്നലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈവൻ ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈഡ് അടുത്തോട്ട് പോലും നിഫ്റ്റി ഇന്നലെ വന്നിട്ടേ ഇല്ല. നിഫ്റ്റി ഇന്നലെ ഒരു ഓവർ ഹൈ പാറ്റേണിലാണ് ഇന്നലെ താഴോട്ട് പോന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ലോവർ ഹൈ പാറ്റേൺ, ലോവർ ലോ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇന്നിപ്പോ നിഫ്റ്റിക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇന്നത്തെ നമുക്ക് ഓപ്പണിംഗ് സിനാറിയോസ് നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ ഗ്യാപ്പ് നിഫ്റ്റിക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇന്നലത്തെ ഈ സ്ട്രോങ് ആയിട്ടുള്ള പ്രീവിയസ് സ്വിംഗ് ഹൈസ് ഉണ്ടല്ലോ, ഈ സ്വിംഗ് ഹൈഡ് എവിടെയെങ്കിലും മുകളിൽ ഓപ്പൺ ചെയ്ത് ഇൻ കേസ് താഴോട്ട് പോരുവാണെങ്കിൽ ആദ്യം ഈ PDCയിൽ സപ്പോർട്ട് എടുക്കണം. PDCയിൽ ഒരു മണിക്കൂറെങ്കിലും സപ്പോർട്ട് എടുത്ത് നിന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ മുകളിലോട്ട് ഇതിന് പോകാൻ പറ്റുള്ളൂ. ഇനി മുകളിലോട്ട് അത് പോയെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. അതായത് ഇന്നലത്തെ ഡേ ഹൈ, അതായത് ഇന്ന് PDH എന്ന് പറയുന്ന ലെവൽ 22,666, ആ ലെവൽ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻ കേസ് ഇന്നിപ്പം PDCക്ക് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോൾ ഓപ്ഷനിൽ നിങ്ങളുടെ എൻട്രിയുടെ പ്രോഫിറ്റുകൾ നിങ്ങൾ PDH ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ടാർജറ്റ്. ആ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. യാതൊരു കാരണവശാലും ഈ PDHും ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി ഇന്ന് തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമായിരിക്കും എന്നുള്ള ഹോപ്പിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ കോൾ ഓപ്ഷൻ എൻട്രികൾ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം. ടാർജറ്റ് 1 എന്ന് പറയുന്നത് PDH ആയിരിക്കണം. ഇൻ കേസ് PDHും ബ്രേക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു PDH റീടെസ്റ്റിൽ മാത്രം സെക്കൻഡ് എൻട്രി ആയിട്ട് മാത്രമേ അടുത്ത ഈ ഒരു കോൾ ഓപ്ഷനുകൾ മേടിക്കാവുള്ളൂ. അതിന് ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മിക്കവാറും ചിലപ്പം ഈ ഒരു സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പം ഇവിടെ നിങ്ങൾ മേടിച്ചെങ്കിൽ പോലും മിക്കവാറും ഈ ഒരു ലെവൽ, അതായത് 22,723 എന്ന് പറഞ്ഞൊരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും ബ്രേക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗ്യാപ്പിന്റെ ബോർഡർ, അതായത് 22,764 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ, അതായത് അതിലെത്തുമ്പോഴത്തേനും ഈ ഒരു ഗ്യാപ്പ് നിഫ്റ്റി ഫില്ല് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് കോൾ ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് ഐദർ ഈ ഒരു പ്രീവിയസിംഗ് ഹൈക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ പ്രീവിയസിംഗ് ഹൈക്ക് മുകളിൽ ഇവിടെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ മിക്കവാറും ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തെങ്കിൽ മാത്രമേ അതിനെ മുകളിലോട്ട് പോകാനുള്ള നല്ലൊരു സാധ്യത കൂടുതൽ കാണുന്നുള്ളൂ. അപ്പോഴത്തേനും ഇപ്പോഴത്തെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം.
ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ലെവലുകൾക്ക് അടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോൾ ഓപ്ഷൻ സൈഡിലൂടെ നിങ്ങൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യാവൂ. ഇനി ഇൻ കേസ് ഈ പി ഡി എച്ചിന് അടുത്താണ്, പി ഡി എച്ചിന് തൊട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഈ ലെവലിൽ നിന്ന് ഇന്നലെ സംഭവിച്ച പോലെ തന്നെ ഒരു ഫോള് സംഭവിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇൻ കേസ് പി ഡി എച്ചിന് അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ആണ്, അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണ്, എന്നിട്ട് അതിന്റെ ഹൈ കട്ട് ചെയ്ത് ഈ പി ഡി എച്ചിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പി ഡി എച്ചിന് മുകളിൽ ഒരു കോൾ ഓപ്ഷൻ ബൈക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ടാർജറ്റ് ഈ 22,725 പിന്നെ അടുത്ത ടാർജറ്റ് ആയിട്ട് ഈ പറയുന്ന ഗ്യാപ്പിന്റെ ഈ ഒരു ബോർഡർ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു എൻട്രികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ താഴോട്ട്, അതായത് ഇപ്പം ഈ പറഞ്ഞ സിനാറിയോയില് പി ഡി എച്ചിന്റെ അവിടെ ഒരു ഓപ്പൺ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, പിന്നീട് അതിന് താഴെയായിട്ടാണ് അടുത്ത ക്യാൻഡിലുകൾ വരുന്നതെങ്കിൽ മിക്കവാറും അത് ഇവിടെ വന്ന് കുറെ നേരം സസ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ലെവലും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇവിടെ വരും, താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു വൺ വേ ഫോള് ചിലപ്പം ഇന്നലെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഒരു സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾ എൻട്രി എടുക്കരുത്. കാരണം ഈ ഒരു നിങ്ങളൊരു ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വൺ വേ മൊമെന്റം ചിലപ്പം കിട്ടിയില്ലെന്ന് വരും. അപ്പൊ അതുകൊണ്ട് ചാടിക്കയറി രാവിലെ ഒരു കോൾ ഓപ്ഷൻ അല്ല പുട്ട് ഓപ്ഷൻ സൈഡിലോട്ട് നിങ്ങൾ ചാടിക്കയറി എൻട്രി എടുക്കരുത്. ഒരു 1/2-3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. കാരണം ഇന്നലെ ഈ ഒരു റീജിയനിൽ മാർക്കറ്റ് ഇന്നലെ ഇത്രയും ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതായത് ഇവിടുന്ന് ഒരു ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു ലെവലിൽ നിന്ന് 22,550 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഒരു ഷാർപ്പായിട്ട് റിക്കവറിക്ക് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അത് ബ്രേക്ക് ഡൗൺ, അത് വീണ്ടും താഴോട്ട് വന്നിട്ട് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പം നിഫ്റ്റി ഈ ലെവലുകളിൽ നിന്നൊക്കെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, താഴേന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈയിങ് ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അഗ്രസീവായിട്ട് നിങ്ങളുടെ പുട്ട് സൈഡിലോട്ടും കോൾ സൈഡിലോട്ടും നിങ്ങൾ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഇപ്പം നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുകളിലോട്ട് നിഫ്റ്റി എത്തുന്നുണ്ട്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ നിഫ്റ്റി അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് ലെവലുകൾ ഉണ്ട്. അതായത് നിങ്ങൾ നിഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി അതിന്റെ ജനുവരി 27-ാം തീയതി ആ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നാല് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റില് വീണ്ടും ആ ലെവലിൽ എത്താനായിട്ട് വീണ്ടും ഈ ലെവൽ എന്ന് പറയുന്നത് 47,873 ആണ്. അപ്പം ഏകദേശം ഒരു 1,200 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സിനാരിയോസ് വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പണിങ്ങിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ, അതായത് എപ്പോഴും നിങ്ങൾ ഈ പറയുന്ന 3 ലെവലുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. തൊട്ട് തലേദിവസത്തെ ലോയ്, അതായത് നമ്മൾ പി ഡി എൽ എന്ന് പറയും, തൊട്ട് തലേദിവസം ക്ലോസിങ് അതെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പി ഡി സി എന്ന് പറയും, തൊട്ട് തലേദിവസം ഡേ ഹൈ എന്ന് പറയുന്നത് പി ഡി സി നമ്മളെന്ന് പറയും ഇന്നത്തെ ദിവസം. അപ്പം ഈ ലെവലുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ചാർട്ടുകൾ നിങ്ങൾ മാപ്പ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ പിന്നെ അടുത്ത് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ പി ഡി സിക്കും പി ഡി എല്ലും തമ്മിലുള്ള ഗ്യാപ്പ്. ഇത് ചിലപ്പം ചില ദിവസങ്ങളിൽ ക്ലോസിങ് പി ഡി സി എന്ന് പറയുന്നത് പി ഡി എല്ലിന് അടുത്തായിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ പി ഡി എച്ചിന് അടുത്തായിരിക്കും പി ഡി സി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒബ്സർവ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെയാണ് ക്ലോസിംഗ് എങ്കിൽ തൊട്ടടുത്ത ദിവസം ഈ പി ഡി സിക്കും പി ഡി എല്ലിനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, പി ഡി സിക്കും പി ഡി എച്ചിനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഏത് ക്ലോസിംഗ് ആണ് സ്ട്രോങ്, ഏത് ക്ലോസിംഗ് ആണ് വീക്ക് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പണിംഗിലെ എൻട്രീസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നോക്കേണ്ട സിനാറിയോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്നലത്തെ പോലെ തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ പി ഡി എല്ലിന് താഴെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്, പി ഡി എച്ചിന് മുകളിലാണ് ഇന്നിപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യണം, ഇൻ കേസ് ഈ പി ഡി സിക്കും പി ഡി എല്ലിനും ഇടയ്ക്കാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നിങ്ങൾ എൻട്രികൾ പ്ലാൻ ചെയ്യണം.
അപ്പം ഇതെല്ലാം നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾക്ക് അകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ലെവലുകൾക്ക് പുറത്താണ് ഗ്യാപ്പ് അപ്പായിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ട്സ് റീഡിങ് സ്കില്ലുകൾ തന്നെ ഒരു 10x ആയിട്ടൊക്കെ വർദ്ധിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഈ ഓപ്പണിങ് നമ്മുടെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനാണ് നമ്മുടെ പല ലെവലുകളും ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിനൊരു കൺഫ്യൂഷൻ വരും. അതായത് തൊട്ട് തലേദിവസം നമ്മുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ആ വ്യൂ ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എവിടെ എൻട്രി എടുക്കണം, എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പുകൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സ്വയം ഒരു സ്ട്രാറ്റജി വേണം നമുക്ക് എപ്പോഴും ഒരു ഓപ്പണിങ്ങിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ലെവലുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ദിവസവും മാർക്ക് ചെയ്തിട്ട് ആ ലെവലുകൾ അകത്തോ പുറത്തോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് ഒത്തിരി ഈസി ആവും. ഓക്കെ, താങ്ക് യു.